ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഈ എന്തെങ്കിലുമൊക്കെ CPM-കാര് കള്ളത്തരം കാണിച്ച ഉടനെ ആ രേഖകളൊക്കെ കത്തിച്ചു കളയും, അല്ലെങ്കിൽ ആ സ്ഥാപനം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. നമ്മൾ നോക്കി നിൽക്കി അതൊക്കെ നമ്മുടെ മുന്നിൽ അങ്ങ് നിലം പതിക്കും, അല്ലെങ്കിൽ കത്തിപ്പോകും, ഇടിമിന്നലേറ്റ് പോകും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ശബരിമലയിലെ മിനിറ്റ്സുകൾ ഹാജരാക്കണമെന്ന് കോടതി കൃത്യമായി പറഞ്ഞപ്പോൾ അയ്യോ ഞങ്ങളിലൊന്നുമില്ല, അതൊക്കെ കത്തിപ്പോയി നശിച്ചു പോയി, അതൊക്കെ ഇനി കണ്ടുപിടിക്കാൻ വലിയ പാടാണെന്ന് പറഞ്ഞു. ഇപ്പൊ SIT വിജയ മല്യ കൊടുത്ത സ്വർണം, പൊതിഞ്ഞ സ്വർണം, അതായത് ദ്വാരപാലക ശില്പങ്ങളിൽ 1564.190 ഗ്രാമും, കട്ടിളയിലും വാതിൽപ്പടിയിലും കട്ടിളയിലും 2519.760 ഗ്രാമും സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്. 8 തൂണുകളിലും വശങ്ങളിലെ പാളികളിലുമായി 4302.660 ഗ്രാം സ്വർണവും ശബരിമലയിൽ ഉണ്ട്. വിജയ് മല്യ പൊതിഞ്ഞതിന്റെ രേഖകൾ കണ്ടെത്തി. സ്വർണം ചെമ്പാക്കിയവരുടെ കള്ളങ്ങൾ കയ്യോടെ പൊക്കിയിട്ടുണ്ട് എന്നാണ് SIT പറയുന്നത്. ഇത്തവണ എവിടെയാണ് CPM-ന് പിഴച്ചത്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് പിഴച്ചത്? അല്ല, ദേവസ്വം ബോർഡ് കട്ട് തിന്നാനായിട്ട് തീരുമാനിച്ചത് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ കട്ട് തിന്നണം എങ്കിൽ എന്ത് വേണം? മുരാരി മാത്രം മതിയെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ മുരാരിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഇവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ അഴിച്ചു കൊടുക്കുന്നു. അഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് മുഴുവൻ ചെമ്പ് പാളികളാണ് എന്ന് അദ്ദേഹം എന്ത് ചെയ്ത് അവിടെ എഴുതി വെച്ചു. അത് മതി ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്താൻ എന്ന് ഒരു തെറ്റിദ്ധാരണയാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഈ പരിപാടികൾ മുഴുവൻ ഇപ്പോൾ അതിഭീകരമായിട്ടുള്ള രീതിയിൽ പൊളിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ആരൊക്കെയാണ് കള്ളന്മാരെന്നുള്ളത് ഇപ്പോഴും വെളിവാക്കപ്പെട്ടിട്ടില്ല. നമുക്ക് നമ്മുടെ മുന്നിൽ ഇപ്പോൾ അറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ 10 ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഭാഗവാക്കായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കി എത്ര ഉദ്യോഗസ്ഥന്മാരല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൽ ജീവിക്കുന്ന ആളുകൾ, ദേവസ്വം ബോർഡിൻ്റെ വലിയ നേതാക്കൾ, അതൊക്കെ CPM-ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന നേതാക്കന്മാർ തന്നെയാണല്ലോ. ഇവരിൽ ആരൊക്കെയാണ് ഇതിനകത്ത് പ്രതിയായിട്ട് വരിക എന്നുള്ള അന്വേഷണമാണ് ഗൗരവമായിട്ട് നടക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് കോടതി തന്നെ ഇതിൻ്റെ ഒരു പാർട്ടാണെന്നുള്ള കാര്യം നമുക്കറിയാം. ആ കോടതിയെ പോലും പറ്റിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവന്മാരി സാധനങ്ങളെല്ലാം ഇങ്ങനെ അടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ആ രേഖകൾ, പഴയ രേഖകൾ മാത്രമല്ല, ഇതുവരെയായിട്ട് ഇപ്പോൾ 2025 ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് പരിശോധിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിൽ ഇതുവരെ ശബരിമലയിൽ എത്രമാത്രം സ്വർണം വന്നിട്ടുണ്ട്, അതെവിടെയൊക്കെയാണ്, അതിൽ നിന്ന് എത്രമാത്രം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സ്വർണ്ണ പാളികളാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്, അല്ലാണ്ട് സ്വർണം പൂച്ച സാധനമൊന്നുമല്ല. ആ പാളികൾ അവിടെ കൊണ്ടുപോയി ആർക്ക് വിറ്റു എന്നുള്ള കാര്യങ്ങൾ അറിയണം. അതറിയണമെങ്കിൽ എത്രമാത്രം സ്വർണം അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം എന്ത് ചെയ്തത്, ഫയൽ ആവശ്യപ്പെടുകയും ആ ഫയൽ പിടിച്ചെടുക്കുകയും ചെയ്തു. ആദ്യം ഫയൽ കാണാനില്ലായിരുന്നു അല്ലേ? അത് കാണാനില്ലായിരുന്നു. നമ്മളെ ചിലപ്പോ പ്രളയത്തിൽ മുങ്ങിപ്പോയെന്നോ അല്ലെങ്കിൽ ശബരിമലന്റെ പേരിൽ പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അത്രമാത്രം ഉയരത്തിലിരിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ പ്രളയം അവിടെ അപ്രസക്തമാണ്. പിന്നുള്ളത് അഗ്നിയാണ്. പണ്ടാണ് ശബരിമലയ്ക്ക് തീ പിടിച്ചത്, ഇപ്പോഴല്ല. അതുകൊണ്ട് ഇവയ്ക്ക് ഇല്ലാതായി ചെയ്യാനായിട്ട് പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് SIT ആവശ്യപ്പെട്ട സമയത്ത് അവസാനം എന്ത് ചെയ്തു, ഫയൽ എനിക്കൊന്ന് മാസം തന്നെ നേരിട്ട് ഫയൽ കൊടുത്തോ എന്നാണ് സംശയം. എന്തായാലും സാധനം കിട്ടിയിരിക്കുന്നു. കൃത്യമായിട്ട് അവിടെ എത്രമാത്രം സ്വർണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കപ്പെട്ടു. അതിന്റെ കണക്കാണ് ഇപ്പൊ ധന്യ വായിച്ചത്. മാഷെ, ഇപ്പോ ദേവസ്വം ബോർഡ് പഴയ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ്, അന്നിരുന്ന മന്ത്രിമാരൊക്കെ ഈ സംശയ നിഴലാണ്. അന്നിരുന്ന ഒരു മന്ത്രി ഇപ്പൊ MP ആണ്. സ്വാഭാവികമായി സംശയങ്ങൾ പോകുമ്പോൾ ആ വഴിക്കും കൂടി അന്വേഷണങ്ങൾ പോകും. ഇപ്പൊ ഇരിക്കുന്ന MP-യെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ജനങ്ങൾക്ക്. പക്ഷേ പല നല്ല അഭിപ്രായങ്ങളും കേട്ടവരൊക്കെ കട്ടതും മുക്കിയതും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അന്താളിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലയ്ക്കൊക്കെ അന്വേഷണം പോകാൻ സാധ്യതയുണ്ടോ? അത് ശരിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം തന്നെ വന്ന് നമ്മളുടെ മുന്നിൽ നിന്നത് ഇതൊരു ശുദ്ധ പോറ്റിയാണ്, നല്ല പോറ്റിയാണ്, നല്ല ബ്രാഹ്മണനാണ്, നല്ല പറഞ്ഞിട്ടായിരുന്നു അല്ലെ? ഇത്ര നല്ല ഒരു കക്ഷി വേറെ ലോകത്തില്ലെന്നൊക്കെയാണ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പക്ഷേ നമുക്ക് ഇപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന MP-യെ കുറിച്ച് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ, പോറ്റി എന്ന് പറയുന്നത് ആർക്കും അറിയില്ലാത്ത ഒരാളായിരുന്നു രാധാകൃഷ്ണൻ. പക്ഷെ അങ്ങനെയല്ലേ, രാധാകൃഷ്ണൻ അറിയാം. രാധാകൃഷ്ണൻ ഇങ്ങനെ നിരന്തരമായിട്ട് സമൂഹത്തിനൊപ്പം നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് രാധാകൃഷ്ണനിലേക്ക് അത് ചെന്ന് ചേരും എന്ന് ഇപ്പോഴും
പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല. പക്ഷേ മറ്റുള്ള ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞാൽ ആളുകൾക്ക് അവൻ കള്ളനാണ് എന്ന് ആളുകൾ പറയാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ രാധാകൃഷ്ണനെ കുറിച്ച് അങ്ങനെ പറയില്ല. കാരണം അവർ രണ്ടുപേരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉള്ള ഇമ്പാക്റ്റാണ് ഈ രണ്ട് ആളുകളും സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ പങ്കാളിയാണോ എന്ന് ആളുകൾ സംശയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണെന്ത് കൃത്യവും സത്യസന്ധവുമായിട്ട് ഈ വാർത്ത പുറത്തു വരേണ്ടത്, അല്ലെങ്കിൽ പുള്ളി അകത്താകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വാസവൻ അധിക കാലമായിട്ടില്ല ഇതിന്മേലൊക്കെ കൈവച്ചിട്ട്. അതുകൊണ്ട് വാസവനൊരു വിശ്വാസം ഉണ്ടാവും, ഞാൻ ഇതിനകത്തൊന്നും പെട്ടിട്ടില്ലല്ലോ എന്ന്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കാരണം അതിക്ക് മുമ്പുള്ള ഘട്ടങ്ങൾ 2019 യഥാർത്ഥത്തിൽ പലരും ചോദിക്കുന്നത് ഈ ദേവസ്വം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര് കട്ടതിന് മന്ത്രിമാരെന്ത് ചെയ്യാനാണ്? ഈ മന്ത്രി അറിയാതെ അല്ലെങ്കിൽ മന്ത്രിയുടെ അനുവാദമില്ലാതെ ഈ കട്ടളയും അതും ഇതൊക്കെ കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ സാധിക്കുമോ? അല്ല, ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഉദ്യോഗസ്ഥന്മാരായിരിക്കും കട്ടത്, ഉദ്യോഗസ്ഥന്മാർ മാത്രമേ കട്ടുള്ളൂ എന്ന് വിചാരിക്കും. എങ്കിൽ പോലും അതിന് ഉത്തരവാദിത്വം പറയാനായിട്ടുള്ള ബാധ്യത എന്തിനാണ് ദേവസ്വം ബോർഡിന്? കാരണം ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനമാണ് നടപ്പിലാക്കപ്പെടുന്നത്. തീരുമാനം അവർ തീരുമാനിച്ചിട്ടുണ്ടോ ഇത് കൊണ്ടുപോകാൻ? തീരുമാനിച്ചിട്ടില്ല എങ്കിൽ അവരെന്തിനാണ് പിന്നെ ദേവസ്വം ബോർഡായിട്ട് അവിടെ ഇരിക്കുന്നത് എന്നുള്ള ഈ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ദേവസ്വം ബോർഡ് അറിയാണ്ട് അവിടെ നിന്ന് ഒരു കഷ്ണം പോലും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. സ്വർണം മാത്രമല്ല, ഒന്നും ദേവസ്വം ബോർഡ് അറിയാണ്ട് കൊണ്ടുപോകാൻ പാടില്ല. ഹൈക്കോടതി അറിയാണ്ടേയും കൊണ്ടുപോകാൻ പാടില്ല. ഹൈക്കോടതി ഇതിൻ്റെ സ്ട്രക്ചറിൽപ്പെട്ട ഒരു സംവിധാനമാണ്. മറ്റ് ഒരു ക്ഷേത്രത്തിലും ഹൈക്കോടതിക്ക് അങ്ങനത്തുള്ള അധികാരമില്ല. ഇവിടെ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്, ഹൈക്കോടതിയുടെ പ്രതിനിധി അതിനകത്തുണ്ട്. ആ പ്രതിനിധി പോലും അറിയാതെയാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഹൈക്കോടതിക്ക് അതിനകത്ത് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മളൊക്കെ ഈ വിഷയത്തിൽ കൂടുതൽ ഇതിൻ്റെ അകത്ത് വിശ്വാസം ഹൈക്കോടതിയിൽ അർപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ഹൈക്കോടതിയുടെ തന്നെ ഒരു പ്രശ്നമാണ് എന്നുള്ളതിൻ്റെ പേരാണ്. അതുകൊണ്ട് ഹൈക്കോടതി വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇതിൽ ഇടപെടുകയും അന്വേഷിക്കുകയും സത്യം കണ്ടെത്തുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ തന്നെ വിശ്വാസ്യത എന്ത് ചെയ്യും, ചോദ്യം ചെയ്യപ്പെടും. അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. കാരണം ഇതിൻ്റെ ഭരണഘടനാ സംവിധാനത്തിൻ്റെ ഒരു പാർട്ട് ഹൈക്കോടതിയാണ്. മറ്റൊരു ക്ഷേത്രത്തിലും അങ്ങനെ ഹൈക്കോടതിക്ക് ഒരു പങ്കുമില്ല എന്നുള്ളതാണ്. ശബരിമല പക്ഷേ അങ്ങനെയുണ്ട്. ശബരിമല ആ പങ്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ പ്രശ്നം നമ്മൾ ചോദിച്ചതാണ്, ഉദ്യോഗസ്ഥൻ കട്ടാൽ ദേവസ്വം ബോർഡ് പ്രതിയാവുമോ എന്നുള്ളതാണ്. പ്രതിയാവും. ഉദ്യോഗസ്ഥൻ കട്ടാൽ പോലും പ്രതിയാവും. ഈ ദേവസ്വം ബോർഡ് ഒരു കാശും കെട്ടില്ലെങ്കിലും പ്രതിയാവും. കാരണം എന്താണ്, അവരുടെ തീരുമാനം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ അവിടെ ഉദ്യോഗസ്ഥന്മാർ നടത്താൻ പാടുള്ളൂ. ഉദ്യോഗസ്ഥന് അധികാരമില്ല. അധികാരം മുഴുവൻ ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡ് കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ കൊണ്ടുപോകണ്ടെങ്കിൽ കൊണ്ടുപോകേണ്ടതില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഈ സാധനം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയി? അത് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയി. ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് എടുത്തുകൊണ്ട് പോയെങ്കിൽ അത്രമാത്രം സ്വർണം നഷ്ടപ്പെട്ടതിന് ഉത്തരവാദിത്തം ആർക്കുണ്ട്? ദേവസ്വം ബോർഡിനുണ്ട്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല, അതിലുള്ള എല്ലാ അംഗങ്ങളും വരെയും അകത്താകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇനി കഴിയാതിരിക്കണമെങ്കിൽ, അവർക്ക് കുഴപ്പമില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? വ്യക്തമായ തെളിവുകൾ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഈ കളവ് നടത്തിയെന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതില്ലാത്തടത്തോളം കാലം ഇവന്മാരെയൊക്കെ പിടിച്ചു വെക്കാറും ജയിലിലിടേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.